ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പെട്ടെന്ന് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. അതും നമ്മുടെ മുൾട്ടാണി വെട്ടി വെച്ചിട്ടാണ് കേട്ടോ. മുൾട്ടാണി വെട്ടി വെച്ചിട്ട് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ശരീരം വെളുപ്പിക്കാമെന്ന് പറയില്ലേ. മുൾട്ടാണി വെട്ടിയൊക്കെ മേത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ നല്ലൊരു കളർ കൊണ്ടുവരാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ് മുൾട്ടാണി വെട്ടി. അതൊരു കളിമണ്ണ് പോലത്തെയാണ്. അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അതിൽ നമ്മൾ 1-2 ഐറ്റംസൊക്കെ ചേർത്തിട്ട് നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവണ ഈ പൊടിപടലങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ മുഖത്ത് അടഞ്ഞു പോയിട്ടുണ്ടാവും, സുഷിരങ്ങളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടാവും. അതൊക്കെ തുറക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനും നല്ല നിറം വയ്ക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ്. നമ്മുടെ ടാൻ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കാര്യമാണ്. അപ്പോൾ ഇതിൽ കൂടെ ഇത് ഓരോന്ന് ചെയ്യുന്നേക്കാൾ നല്ലത് ഇതിൽ കൂടെ 1-2 ഐറ്റംസുകളൊക്കെ നമ്മൾ ചേർത്ത് നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ കിഡ് റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മെയിനായിട്ട് നമുക്ക് മുൾട്ടാണി മിട്ടി വേണം. ഇത് നമ്മൾ കാണില്ല എന്നൊക്കെ ഇടണത് കാണില്ല എന്നൊക്കെ. ഇതിപ്പോൾ ഞാൻ മേടിക്കുന്നത് നമ്മുടെ ത്രിവേദയുടെയാണ് കേട്ടോ. പച്ചമരുന്ന് കടയിൽ നിന്നാണ് മേടിക്കുന്നത്. നല്ല നല്ല പൊടിയാണ്, ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അവിടെ തന്നെ അവർ പൊടിപ്പിച്ചുണ്ടാക്കണ ഒരു ഐറ്റമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കവറിൽ വന്നിട്ട് നമുക്ക് അവരുടെ ഒരു സീല് ഒട്ടിച്ചേക്കേണ്ടതാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും ഇപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ഇതിലോട്ട് വേണ്ടത് റോസ്റ്റഡ് മഞ്ഞൾപ്പൊടിയാണ്. അത് ഒരു പിഞ്ച്, അധികമൊന്നുമില്ല, ഒരു പിഞ്ച് ഇത്രയ്ക്കോളം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി പറ്റാത്തവരാണെങ്കിൽ അതെടുക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ചിലവർക്ക് മഞ്ഞൾപ്പൊടി പറ്റില്ല, അപ്പോൾ അത് മുഖത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളത് തേക്കണ്ട. അതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്ലിസറിനാണ് കേട്ടോ. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഇടണത് കാണില്ല എന്നൊക്കെയാണ് പറയണത്. ഗ്ലിസറിൻ ഒരു 1/2 ടീസ്പൂണോളം, ഈ കുഞ്ഞു ടീസ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവിലാണ് നമ്മൾ എല്ലാതും എടുക്കണം കേട്ടോ. അത് നമ്മളിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലിസറിൻ അറിയാലോ, മുഖത്ത് നല്ല നിറം വയ്ക്കാനായിട്ട് നമ്മൾ എല്ലാ ക്രീമുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന റൈറ്റാണ് ഗ്ലിസറിൻ. പിന്നെ നമ്മൾക്കിതിൽ ഇത് കലക്കാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ, കലക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്ലോസ് വാട്ടർ. അപ്പോൾ എത്ര എന്ന് പറയണില്ല, ഇത് മിക്സ് ചെയ്യാൻ എത്രയാണോ ആവശ്യം അത്രയ്ക്ക് റോസ് വാട്ടർ എടുക്കണം കേട്ടോ. നല്ലൊരു ക്രീമി പരുവത്തിൽ നമുക്ക് കിട്ടണം. റോസ് വാട്ടറും ഗ്ലിസറിനും നമ്മുടെ മുഖത്തിനും ശരീരത്തിനൊക്കെ നല്ലൊരു ആ ഡ്രൈനെസ്സൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് എന്നും നമ്മൾ മുഖത്ത് ഇടുന്നത് ഒരു സ്പ്രേ പോലെ ആക്കിയിട്ട് മുഖത്ത് തേക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ചുളിച്ചിലുകൾ മാറ്റാനൊക്കെ ആയിട്ടും നല്ല അടിപൊളിയൊരു സാധനമാണ്. ചിലവരുടെയൊക്കെ സ്കിന്നും കൊണ്ട് പാമ്പിൻ്റെ സ്കിന്ന് പോലെ ആയിട്ടുണ്ടാവില്ലേ, അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ടും ഇത് രണ്ടും മാത്രം മിക്സ് ചെയ്ത് ദിവസം തേക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ സ്കിന്നിനെ ചുളിയാതെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു കാര്യമാണ് റോസ് വാട്ടറും ഗ്ലിസറിനും. ഇതിപ്പോൾ നമ്മൾ മുഖത്തേക്ക് ആക്കണോണ്ട് നമ്മൾ ഇതെല്ലാ ഐറ്റംസും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മുഖത്ത് ഇട്ടാൽ നമ്മുടെ മുഖത്തിനുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ഡ്രൈ സ്കിന്നുകാരിടുമ്പോൾ മുൾട്ടാണി മിട്ടി ഇടുമ്പോൾ ശ്രദ്ധിക്കാം, അവർ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇടണ്ടെന്ന് പറയണില്ല, തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മുഖം നല്ല രീതിക്ക് വാഷ് ചെയ്ത് വന്നതിന് ശേഷം തേച്ച് കൊടുക്കുക. നല്ലൊരു സ്മൂത്തായിട്ട് നമുക്ക് തേച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം കൂടി ആകുമ്പോണ്ടല്ലോ എന്തൊരു സ്മെല്ലാണെന്നറിയോ. മുൾട്ടാണിക്ക് നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ റോസ് വാട്ടറും എല്ലാം കൂടിയായിട്ട് വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മുൾട്ടാണി മിട്ടി റോസ് വാട്ടറും മാത്രം മിക്സ് ചെയ്ത് മുഖത്തിട്ടാലും നല്ലൊരു നേച്ചുറൽ റിസൾട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിങ്ങനെ വെറുതെ തേച്ച് കൊടുക്കാൻ വേണ്ടു, നല്ല സ്മൂത്തായിട്ട് തേച്ച് കൊടുക്കാൻ വേണ്ടു. അതിന് ശേഷം നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് കൊടുക്കുക കേട്ടോ. അധികമൊന്നും വേണ്ട, ചെറുതായിട്ട്. ഇതൊരു സ്ക്രബിങ്ങിൻ്റെ ഒന്നല്ല,
പക്ഷെ നമുക്കിത് സ്കിന്നിലോട്ട് അബ്സർവായിട്ട് പോണ രീതിയിലേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ആദ്യമിട്ട് ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ്. നമ്മൾ മുഖം കഴുകി വന്നിട്ടോ നല്ല നല്ല സ്മൂത്തൊക്കെ ആയിട്ട് കണ്ടോ, നല്ല ബബ്ലി പോലെ ആയിട്ടുണ്ട്. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതെന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്കിന്നിൻ്റെ ഒരു ജലാംശം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമ്മൾ മുൾട്ടാണി മിട്ടിയാണ് ഇട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കൂടി ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുഖത്ത് തേക്കുന്നതാണ്, വൈകുന്നേരം കിടക്കുമ്പോഴൊക്കെ അങ്ങനെ തേക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ പാക്ക് ഇട്ടതിന് വന്നതിന് ശേഷം മുൾട്ടാണി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്കിന്ന് ഡ്രൈനെസ് പോലെയായിട്ട് ഫീൽ ചെയ്യും. അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു കാര്യം മുഖത്ത് ഇങ്ങനെ വെറുതെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടോ. ഇതാണ് നമുക്ക് ലാസ്റ്റ് എപ്പോഴായാലും, ഇതിപ്പോൾ ഈ പാക്ക് ഇടുമ്പോൾ മാത്രമല്ല, നമ്മളിത് എപ്പോഴായാലും നമ്മുടെ മുഖത്തും നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കേണ്ടത് നല്ലതാണ്. നമ്മുടെ സ്കിന്ന് ചുളിച്ചിലൊക്കെ വരാതിരിക്കാനും നല്ല സ്മൂത്തായിട്ടിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുമല്ലോ, നമ്മുടെ മുഖത്ത് നല്ലൊരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.